യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നാം പ്രാർത്ഥനയോടെ കേൾക്കുകയാണ്. കുറേ നാളുകളായി നിങ്ങളോട് ചോദിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുവെന്ന് കരുതുന്നു, സമാധാനത്തോടെ ആയിരിക്കുന്നുവെന്ന് കരുതുന്നു, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നുവെന്ന് കരുതുന്നു. ഏതെങ്കിലും സങ്കടങ്ങളിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നോമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഒന്നിലധികം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ ആലയത്തിൽ ഓരോ ആഴ്ചകളിലും വന്ന് പ്രാർത്ഥനാവശ്യങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, മക്കളെ പഠിപ്പിക്കാൻ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. മക്കളുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വേദനിക്കുന്നവരുണ്ട്. ആരോഗ്യ പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചവരുണ്ട്. എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി, നമ്മുടെ കഴിവ്, നമ്മുടെ ഫോണ്, ഇതൊക്കെ ദൈവീക കാര്യങ്ങൾ ചെയ്യാൻ കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നൊരു കാലത്താണ് ജീവിച്ചിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ഈ വചനം, നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ, അത് എത്ര പേരിലേക്ക് നമ്മൾ കൊടുക്കുവാണ്. അപ്പം നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി, നമ്മുടെ സമയം, നമ്മുടെ ഫോണ്, നമ്മുടെ യൂട്യൂബ്, അല്ലെ വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ദൈവിക കാര്യങ്ങൾ കൊടുക്കാൻ, ചെയ്യാൻ നമ്മളതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതും ഒരു അനുഗ്രഹമാണ്, അതും ഒരു സുവിശേഷ വേലയാണ്. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൊണ്ടുവരാനും നമുക്ക് ദൈവകൃപയിൽ കഴിയുന്നുണ്ട്. നന്ദിയോടെ, പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്നാണെന്നറിയാമോ? പ്രാർത്ഥനയോടെ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, വാടിപ്പോകാതിരിക്കാൻ യേശുവിനെ ധ്യാനിക്കണം എന്ന് ഒരു വചനമുണ്ട്. നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, നമ്മൾ വാടിപ്പോകാതിരിക്കാൻ, നമ്മൾ വീണു പോകാതിരിക്കാൻ, നമ്മൾ മനസ്സുകൊണ്ട് പൊട്ടിപ്പോകാതിരിക്കാൻ. ചിലരൊക്കെ ബലൂണ് പോലെ പൊട്ടിപ്പോവും. പെട്ടെന്ന് ചെറിയ സങ്കടം പോലും അവർക്ക് താങ്ങാൻ കഴിവില്ല, വാടിപ്പോകും, പൊട്ടിപ്പോകും. അങ്ങനെ തകർന്നു പോകാതിരിക്കാൻ, പൊട്ടിപ്പോകാതിരിക്കാൻ ഈ വചനം ധ്യാനിക്കണം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-3 വചനങ്ങളൊന്ന് വായിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണേ. പല പ്രയാസങ്ങളുടെ നടുവിലാണ് പലപ്പോഴും ജീവിതം കടന്നു പോകുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ ഭാരമാണ് നമ്മുടെ മനസ്സിന്. ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. നമ്മുടെ മനസ്സ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നും. ചിലപ്പോൾ നമുക്കൊരു കാരണവും വേണ്ട, നമ്മൾ ഡൗണായി പോകും. പക്ഷേ ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളെ ഒത്തിരി ശക്തിപ്പെടുത്തും. വായിക്കുകയാണ്. 12-ാം അധ്യായം, ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുവേണം ഞാനും നിങ്ങളും ഓടാൻ. നടക്കാനാണോ? ഓടാൻ. ജീവിതത്തിൽ നടക്കേണ്ടവരല്ല, ഓടേണ്ടവരാ നമ്മൾ. ഓടേണ്ടവരാ. അതിനുള്ള കഴിവ് ദൈവം തരും, അതിനുള്ള ശക്തി ദൈവം തരും. ആരെ മുന്നിൽ കണ്ടുവേണം ഓടാൻ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട്. വേറെന്തേലുമൊക്കെ മുന്നിൽ കണ്ട് ഓടിയാൽ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവും, നമ്മളെ നിരുത്സാഹപ്പെടുത്തും, നമ്മളെ ഡൗണാക്കി കളയും. യേശുവിനെ മുന്നിൽ കണ്ടുവേണം നടക്കാനെന്നല്ല, ഓടണം. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. അപ്പോൾ എന്തുണ്ടായിരുന്നു? അപമാനം. ഒത്തിരി അപമാനം സഹിച്ചു. അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ നമ്മളെ തരം താഴ്ത്തിയിട്ടുണ്ടോ?
നാണം കെടുത്തിയിട്ടുണ്ടോ? ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? വചനം ശ്രദ്ധിച്ചേ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ, ശ്രദ്ധിച്ചു കേട്ടോ, 3-ാമത്തെ വാക്യം, ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ, ധ്യാനിക്കുവിൻ. അത് ചിന്തിച്ചാൽ ഈ കാര്യം സത്യമാണ്. ഒരിക്കലും നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെട്ടു പോവില്ല. ഇന്ന് ശാരീരിക ആരോഗ്യം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സിൻ്റെ ആരോഗ്യവും. ഇന്ന് ഒത്തിരി പേർക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ മനസ്സ് തകർന്നു പോവും, മനോധൈര്യം നഷ്ടപ്പെട്ടു പോവും, പെട്ടെന്ന് മരിക്കണമെന്നൊക്കെ തോന്നും. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്നവർ പറയും. ഞാൻ തൂങ്ങിച്ചാകും, വിഷം കുടിക്കും, ഞാൻ ബസ്സിൻ്റെ മുമ്പിൽ ചാടും, ട്രെയിനിന് മുമ്പിൽ ചാടും, ചത്തുകളയുന്നൊക്കെ അവർ ചാടിപ്പറയും. മനോധൈര്യം കുറവാണ്, മനോധൈര്യം കുറവാണ്. നിങ്ങൾ യേശുവിനെ മുന്നിൽ കാണുക, ആ യേശു അനുഭവിച്ച സഹനങ്ങളെ ഓർക്കുക, എത്രമാത്രം അപമാനം സഹിച്ചു എന്ന് ഓർക്കുക. കൂടെ നിന്നവർ ഒറ്റിക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു, ഇട്ടിട്ടോടി. ഇതെല്ലാം ജീവിതത്തിൽ കണ്ടു. ഇതൊക്കെ നിങ്ങൾ ധ്യാനിക്കണം. അപ്പോൾ ഹെബ്രായ ലേഖനത്തിൽ പറയുക, നിങ്ങളുടെ മനോധൈര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. മനോധൈര്യം പ്രധാനപ്പെട്ടതാ. കോൺഫിഡൻസ്, മനോധൈര്യം മറ്റൊരു വാക്കാണത്. മനസ്സിൻ്റെ ധൈര്യം, ആ പ്രശ്നത്തെ, ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള മനോധൈര്യം, ദൈവം എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തിൻ്റെ മനോധൈര്യം എല്ലാവർക്കും വേണം. ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ, പരീക്ഷയുടെ സമയത്ത് പെട്ടെന്ന് ഡൗൺ ആകുന്നു, പനി വരുന്നു, തലവേദന ഉണ്ടാകുന്നു, പെട്ടെന്ന് തലകറങ്ങി വീഴുന്നു. ഇതിനെ ചെറിയൊരു പരീക്ഷ പോലും നേരിടാൻ മനോധൈര്യം അവർക്ക് കുറവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുഞ്ഞുങ്ങളായാലും യുവതി യുവാക്കളായാലും മാതാപിതാക്കളായാലും ഞാനായാലും ആരും ആകട്ടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടത് മനോധൈര്യമാണ്. എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകാതിരിക്കാൻ യേശുവിനെ ചിന്തിക്കുവിൻ, യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ, ധ്യാനിക്കുവിൻ. അപ്പോൾ ആ ചിന്തിച്ച് ആ യേശുവിനെ മുന്നിൽ കണ്ട് നടക്കണമെന്നല്ല, ഓടണം. നിങ്ങൾ മുന്നിൽ കണ്ടുവേണം ഓടാൻ. ശുശ്രൂഷയിൽ ഓടുന്നവർ കേട്ടെ, മറ്റുള്ളവരുടെ മുഖം നോക്കി അവർ പറയുന്ന വാക്ക് കേട്ട് തളർന്ന് അകത്തിരിക്കാതെ ശുശ്രൂഷയിൽ ഓടാനാണോ ആഗ്രഹം? യേശുവിനെ മുന്നിൽ കാണുക, ആ യേശു കടന്നുപോയ വഴികളെ ധ്യാനിക്കുക. യേശു കടന്നുപോയ വഴി അതാ എഴുതിയിട്ടുള്ളത്. അപമാനം വകവയ്ക്കാതെ, അപമാനമേ. നമ്മളൊക്കെ അയ്യോ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നെ ഇങ്ങനെ ചെയ്തു, അതൊക്കെ പറഞ്ഞ് ഇനി ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ നിൽക്കും, തല ഉയർത്തി നടക്കും, എങ്ങനെ അവർ ഫേസ് ചെയ്യും? ഇങ്ങനെ വിഷമിച്ച് ഡിപ്രഷനൊന്നും ആകാതെ അപമാനം വകവയ്ക്കണ്ട, അത് വകവയ്ക്കണ്ട. എന്തുവാട്ടെ, അപമാനം അത് വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. അതങ്ങ് ക്ഷമയോടെ, ക്ഷമിക്കാനുള്ള ശക്തി, ക്ഷമിക്കുന്നവൻ വിജയിക്കുന്ന, ക്ഷമ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. പെട്ടെന്ന് തോന്നും തോറ്റെന്ന്, പക്ഷെ ക്ഷമിക്കുന്നവനാ സത്യത്തിൽ പിന്നീട് ജയിക്കുന്നത്. ക്ഷമിക്കുന്നവൻ ജയിക്കും. യേശു കുരിശിൽ ക്ഷമിച്ചു, നിരുപാധികം ക്ഷമിച്ചു. തോറ്റെന്നാണോ വേദപുസ്തകം പറയുന്നത്? മരണത്തെപ്പോലും ജയിച്ചു എന്നാണ്. ക്ഷമിക്കുന്നവൻ ജയിക്കും. ക്ഷമിക്കാൻ പറ്റില്ല പലതും. ക്ഷമിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിച്ചു തരൂല. ക്ഷമിക്കാൻ നമുക്കങ്ങോട്ട് കൈമുറിക്കുന്ന വേദനയാണ്. കത്തി കൊണ്ട് ശരീരം മുറിക്കുന്നതിനേക്കാൾ വേദന ക്ഷമിക്കുക എന്ന് പറയാം, എന്നോട് പറയരുതെന്ന് പറയും. പക്ഷേ ഒരു സത്യമാണ്, ക്ഷമിക്കുന്നവൻ ജയിക്കും. ക്ഷമിച്ച കുരിശിൽ നിരുപാധികം ക്ഷമിച്ച യേശു മരണത്തെപ്പോലും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ക്ഷമിക്കുന്നവൻ ജയിക്കും. ആ അപമാനം വകവയ്ക്കണ്ട. എന്നിട്ട് യേശുവിനെ മുന്നിൽ കണ്ട്, ഈ വചനത്തെ മുന്നിൽ കണ്ട് ഓടണം. ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനം
ആ വചനം കേട്ട് നിങ്ങൾ നടക്കാനല്ല, ഓടാനാ ശക്തി തരുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും അത് ചിന്തിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ഓടും. ശുശ്രൂഷയിലായാലും ജീവിതത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും ബിസിനസ്സിലായാലും നിങ്ങൾ നടക്കേണ്ടവരല്ല, അതിൽ ഓടിക്കയറേണ്ടവരാണ്, ഓടേണ്ടവരാണ്. ഓടണം. ഈ വചനം വായിക്കണം കേട്ടോ. ഇത് അനുഗ്രഹമാണ്, ഇത് അനുഗ്രഹമാണ്, ഇതൊരു വിടുതലാണ്, ഇതൊരു സൗഖ്യമാണ്, ഇതൊരു ബ്ലെസ്സിങ് ആണ്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞങ്ങളിപ്പോൾ കേട്ടു, ഞങ്ങൾ ധ്യാനിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലും ഈ അപമാനം, ഒറ്റപ്പെടൽ, ചിലപ്പോഴൊക്കെ മനോധൈര്യം തന്നെ നഷ്ടപ്പെടാറുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തളർന്നു പോകാറുണ്ട്. ഒന്നും ചെയ്യാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കണമെന്ന് പോലും തോന്നില്ല, എങ്ങോട്ടേലുമൊക്കെ ഇറങ്ങിപ്പോയാലും തോന്നും. മനസ്സ് ചിലപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിൽ പോലും അല്ല. പക്ഷെ ഇന്ന് കേട്ട വചനം ഞങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ യേശുവിൻ്റെ കുരിശിനെ ആ അപമാനം വകവയ്ക്കാതെ ആ ഒരു കാര്യത്തെയൊക്കെ ക്ഷമിച്ച് മുന്നിൽ കണ്ട് നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് ഓടുക. മനോധൈര്യം നഷ്ടപ്പെടുകയില്ല. ഏതെങ്കിലും പ്രശ്നത്തിൽ മനോധൈര്യം നഷ്ടപ്പെട്ടിരിക്കുവാണോ? യേശുവിനെ പറ്റി ചിന്തിക്ക്, ഈ വചനം ധ്യാനിക്ക്. നിങ്ങളുടെ മനോധൈര്യം നിങ്ങൾ വീണ്ടെടുക്കും. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. പ്രാർത്ഥിക്കാം. ഇന്ന് ബുധനാഴ്ച ദിവസം, നാളെ വ്യാഴം വെള്ളി ദിവസങ്ങളാണ്. ശുശ്രൂഷകൾ അനുഗ്രഹമാകാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളുണ്ട്. ഇത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്, ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണിത്. ദൈവ സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന കാലമാണ്. ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും ഞങ്ങളെ സൂക്ഷിക്കണമേ. രോഗങ്ങൾ അപകടങ്ങൾ മാറിപ്പോകണമേ. ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങയുടെ വചനത്തിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ ഈ വചനത്തിലൂടെ ഞങ്ങളുടെ മനോധൈര്യം വീണ്ടെടുക്കാൻ ഇടയാകണമേ. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഓടാനിടയാകണമേ. ജീവിതത്തിൽ ഓടാൻ, മുന്നോട്ട് കുതിക്കാൻ, അതാ എൻ്റെ അർത്ഥം. മുന്നോട്ട് ജീവിതത്തിൽ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ വാടിയിരിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ വീടിനെ വിശുദ്ധീകരിക്കട്ടെ. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നല്ല ഭാവി ദൈവം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരണം. നിരാശ മാറട്ടെ, കുറ്റബോധം മാറട്ടെ. മനോധൈര്യം വീണ്ടെടുത്തേ. ധൈര്യത്തോടെ ഇരുന്നേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ധൈര്യത്തോടെ ഇരിക്കുക. ആ പ്രശ്നമൊക്കെ മാറും. ഒരു പ്രശ്നവും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. ഒരു പ്രതിസന്ധിയും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. ആ പ്രതിസന്ധി നിങ്ങളെ തകർക്കില്ല. നിങ്ങൾക്കൊരു ധൈര്യം ദൈവം തന്നുകൊണ്ടായിരിക്കുന്നത്. നിങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ തൊടുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത് ഞാൻ പറയുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളങ്കയിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.